ന്യൂയോർക്കിൽ വന്നു കഴിഞ്ഞാൽ ബ്രൂക്ലിൻ ബ്രിഡ്ജ് കാണണ്ടേ? യെസ്, ആ ബ്രൂക്ലിൻ ബ്രിഡ്ജാണ് എൻ്റെ പുറകിൽ കാണുന്ന ആ ബ്രിഡ്ജ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ കാണുന്നത് മാൻഹട്ടൻ ബ്രിഡ്ജ്. അപ്പോൾ ഈ രണ്ട് പാലങ്ങളെന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ഒരു സ്ഥലത്തെ ഒരു പ്രധാന ഐക്കണായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇന്ന് ബ്രൂക്ലിൻ ബ്രിഡ്ജ് കാണാനായിട്ട് ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഡംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് രണ്ടുപേരുണ്ട്. ഇത് സഞ്ജയ് ആൻഡ് റിയ. ശരിക്കും ഞാൻ എങ്ങനെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. നിങ്ങളെ പലർക്കും അറിയായിരിക്കും, അറിയാവുന്നവരുണ്ടാവും. ഞാനൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇവർക്ക് ട്രാവൽ യൂട്യൂബ് ചാനലുണ്ട്, ട്രിപ്പ് കപ്പിൾ എന്ന് പറഞ്ഞ പേരിൽ. ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഒത്തിരി ഇൻസ്പയർഡ് ആയിട്ടുണ്ട് എനിക്ക്. ടു ബി ഫ്രാങ്ക് വീഡിയോസ് പിന്നെ ഇവർക്കൊരു ട്രിപ്പ് കപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. യെസ്, അപ്പോൾ കപ്പിൾസ് ആയിട്ടുള്ള ഓൺലി ഫോർ കപ്പിൾസ് അല്ലേ? അങ്ങനെ പല കമ്മ്യൂണിറ്റികളുണ്ട്. സോ അങ്ങനെ 8 വർഷത്തോളമായിട്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല നേരിട്ട്. അങ്ങനെ ഫൈനലി ഞാനിവിടെ ന്യൂയോർക്കിൽ വന്നിട്ട് അവരുടെ സ്ഥലത്ത് വന്നിട്ട് അവരെ കണ്ടു അല്ലേ? കൈയടിക്കൂ. അപ്പോൾ സഞ്ജയ് റിയ എൻ്റെ കൂടെ ഉണ്ടാവും. ഇന്ന് ഞങ്ങൾ ന്യൂയോർക്കിലെ ആൾക്കാർ പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാവരും പോണത് ടൂറിസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ്. പക്ഷേ സുജിത് ബ്രോനെ ഞങ്ങൾ കാണിക്കാൻ പോണത് ഇതുവരെ പലരും കാണാത്ത ന്യൂയോർക്കിൻ്റെ സൈഡിലെ സ്ഥലങ്ങളിലോട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏറ്റവും നല്ല വ്യൂസ് ആൾക്കാർ വന്നു കഴിയുമ്പോൾ എല്ലാവരും പോകുന്നത് ഒരേ കുറച്ച് സ്ഥലങ്ങളിലാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഡംബോ എന്ന് പറഞ്ഞ സ്ഥലം, ഡൗൺ അണ്ടർ മാൻഹാട്ടൻ ബ്രിഡ്ജ് ഓവർപാസ് എന്നാണ് പേര്. അപ്പോൾ ഇവിടെ നിന്നും ടൂറിസ്റ്റുകൾ വരുമ്പോൾ ആരും പോകാറില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാവുന്ന കുറച്ച് ലോക്കലായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. ഇവിടെ നിന്ന് നമുക്ക് അടിപൊളി ന്യൂയോർക്ക് സിറ്റിയുടെ വ്യൂ നോക്കി ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. ഷാരൂഖ് ഖാൻ്റെ മറ്റേ സിനിമയിൽ ഷാരൂഖ് ഖാൻ എടുത്ത ഫോട്ടോസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ലെറ്റ്സ് എക്സ്പ്ലോർ സം ഡിഫറെൻറ്റ് കാഴ്ചകൾ ഓഫ് ന്യൂയോർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സഞ്ജു ആൻഡ് റിയ അല്ലേ? യെസ്. അപ്പോൾ ഈ കാണുന്നത് ശരിക്കും ഹഡ്സൺ റിവറിൻ്റെ ഒരു കൈവഴിയായിട്ടുള്ള ഒരു നദിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ നദിയുടെ മുകളിലൂടെ ഇപ്പോൾ പാലത്തിൻ്റെ കൂടെ ട്രെയിൻ അടക്കം പോകുന്നുണ്ട്. ട്രെയിനും ബാക്കിയുള്ള സംഭവങ്ങളും കാണാം. ഈ ഹഡ്സൺ റിവർ എന്ന് പറയുന്നത് ഇതിന് ശരിക്കും പാരലായിട്ട് അപ്പുറത്തുള്ളൊരു റിവറാണ് ഹഡ്സൺ റിവർ. അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ടോ, അതാണ് ശരിക്കും ഇത്രയും സൗണ്ട് നമുക്ക് കേൾക്കുന്നത്. ഇത് മാൻഹട്ടൻ ബ്രിഡ്ജ്, ഇതാണ് നമ്മുടെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കുറേ ഫോട്ടോകളിൽ കണ്ടിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അതിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഓടിച്ചാണ് ശരിക്കും ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അപ്പുറത്ത് മാൻഹട്ടൻ, ഇപ്പുറത്ത് ബ്രൂക്ലിൻ. ഇത് രണ്ട് സിറ്റിയുടെ അപ്പുറം ഉള്ള രണ്ട് സ്ഥലങ്ങളാണ്, മാൻഹട്ടൻ, ബ്രൂക്ലിൻ. ആ ജനലിൻ്റെ ഇടയ്ക്കല്ലേ ഷാരൂഖ് ഖാൻ നിന്ന് ഫോട്ടോ എടുത്തത്? അവിടെ നിന്ന് ഷാരൂഖ് ഖാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ഷാരൂഖ് ഖാൻ ഇവിടെ മൊത്തം ഷാരൂഖ് ഖാൻ ഇവിടെ ഫോട്ടോ എടുക്കാത്ത സ്ഥലങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഉള്ള പാലത്തിൻ്റെ മേളിലും അവിടെ ഇവിടെ എല്ലാം ഷാരൂഖ് ഖാൻ മാത്രമല്ല, ഷാരൂഖ് ഖാൻ്റെ പാത പിന്തുടർന്ന് വന്ന ഇന്ത്യക്കാരെല്ലാവരും ഫോട്ടോ എടുത്ത് നടക്കുന്ന സ്ഥലമാണ് കേസ്. എങ്ങനെ നിൽക്കണം? അങ്ങനെ തന്നെ നിൽക്കണോ? ആ മ്യൂസിക് വിട്ട് കൊടുക്കണോ? BGM വേണോ? ശരിക്കും ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്താണ് ബേസിക്കലി? ടൈം ഔട്ട് മാർക്കറ്റ് എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു ബ്രോക്കൺ ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. അത് യൂസ് ചെയ്യാണ്ടിരുന്ന ബിൽഡിംഗ് ആണ്. മൊത്തം അവരത് കൺവേർട്ട് ചെയ്ത് മൊത്തം വലിയ മാർക്കറ്റ് ആക്കി എടുക്കണം, അപ്പോൾ ആൾക്കാർക്ക് ചില്ല് ചെയ്യാനായിട്ട്. ശരി കേട്ടോ, ഇതിനകത്ത് ബാറും റെസ്റ്റോറൻറ്റും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അല്ലേ? മൊത്തം അത് തന്നെ. കയറി വരുമ്പോൾ താഴെയൊക്കെ ഇത് തന്നെ കംപ്ലീറ്റ് ഇതായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഷാരൂഖ് ഖാൻ്റെ പോസ്റ്റിൽ കാണിച്ച് എങ്ങനെ വേണമെങ്കിൽ ഫോട്ടോയൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് മാൻഹട്ടൻ ബ്രിഡ്ജ് കാണാൻ സാധിക്കും. നൈസ്. ഷാരൂഖ് ഖാൻ, എനിക്ക് ഷാരൂഖ് ഖാൻ അറിയത്തില്ല. ഞാൻ ഷാരൂഖ് ഖാൻ അല്ല, ഞാൻ ലാലേട്ടൻ്റെ ആളാണ്. അങ്ങനെ ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ താഴെ ഇറങ്ങി വന്നു. ശരിക്കും നിങ്ങൾ ഈ ബ്രിഡ്ജിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഈ ബ്രിഡ്ജ് കാണാനോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് വന്നാൽ മതി. ഇതാണ് നല്ല അടിപൊളി സ്ഥലം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ബ്രിഡ്ജിൻ്റെ അടുത്ത് വരെയൊക്കെ പോട്ടോ. ഇത് അടിപൊളി കേട്ടോ, മൊത്തത്തിൽ നല്ല കിടിലൻ വൈബുള്ള സ്ഥലം. അപ്പോൾ ഈ കാണുന്നതാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ശരിക്കും അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൽ ബ്രൂക്ലിനും മാൻഹട്ടനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. 1869 ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 1883 പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. 1883 തുറന്നു കൊടുത്ത പാലമാണ് ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് എന്ന് മനസ്സിലാക്കണം. അതായത് ഏകദേശം 142 വർഷം പഴക്കമുണ്ട് ഈ പാലത്തിന്.
ജാൻ റോംബ്ലിംഗ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ അമേരിക്കൻ എഞ്ചിനീയറാണ് ഇതിൻ്റെ രൂപകൽപ്പനയൊക്കെ ചെയ്തത്. ഇതിൻ്റെ നിർമ്മാണ സമയത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു നേതൃത്വത്തിൽ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കി എന്നൊക്കെ വേണം പറയാനായിട്ട്. ഇതൊരു കേബിൾ സ്റ്റേയ്ഡ് സസ്പെൻഷൻ ബ്രിഡ്ജാണ് എന്നാണ് പറയേണ്ടത്. ഊർജം അല്ലെങ്കിൽ കരുത്ത് അല്ലെങ്കിൽ സൗന്ദര്യം ഇതിൻ്റെയൊക്കെ ഒരു വലിയ ഉദാഹരണമായിട്ട് ഈ ഒരു പാലം കണക്കാക്കപ്പെടുന്നു എന്ന് പറയണം. ഈ 1983 ഈ പാലം നിർമ്മിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളമുള്ള സസ്പെൻഷൻ ബ്രിഡ്ജ് ആയിരുന്നു ഇത്. ആലോചിക്കുക, 150 വർഷം മുമ്പാണ് ഇത്രയും സംഭവങ്ങളൊക്കെ അവർ ചെയ്തത്. 1833 മീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഏകദേശം 2 കിലോമീറ്ററോളം വരും. ഈ പാലത്തിൽ ആളുകൾക്ക് നടക്കാൻ വേണ്ടിയുള്ള വഴി, വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സംഭവങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പുറത്ത് മാൻഹട്ടൻ ബ്രിഡ്ജിലാണ് ട്രെയിനുകൾ പോകുന്നതിന് വേണ്ടിയുള്ള വഴിയുള്ളത്. ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് ടൂറിസ്റ്റുകൾക്കിടയിൽ വലിയ പോപ്പുലറായിട്ടുള്ള സംഭവമാണ്. ന്യൂയോർക്കിൽ വരുന്ന എല്ലാ സഞ്ചാരികളും ഇതിൻ്റെ അടുത്ത് വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നത് വലിയ ഒരു മെയിൻ സംഭവമാണ്. ഇതിൻ്റെ മേളിൽ നടന്നു കയറി ഇതിൻ്റെ അങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെയൊക്കെ ആൾക്കാർ നടന്നു പോകും. പല സിനിമകളിലും പല രീതിയിലും ഈ ഒരു പാലം ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വിംബിൾഡൺ മത്സരം നടക്കുന്നതിൻ്റെ എന്തോ ലൈവ് ടെലികാസ്റ്റും പരിപാടികളും അങ്ങനെ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഈ നദിയുടെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ പോകാനായിട്ട് ബോട്ട് സർവീസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാണാം. ഈ തിരയടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ട് ഭയങ്കര സ്പീഡിലാണ് ഇവിടുത്തെ ബോട്ട് പോകുന്നത്. ഭയങ്കര സ്പീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡ്. അപ്പോൾ ആ സ്പീഡിൽ ഇത്രയും ബോട്ടുകൾ പോകുമ്പോഴത്തേക്കിനും ഈ തിര ഇങ്ങനെ അടിക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഒരു വ്യൂ ഉണ്ട്. ആ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ ഇവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 1-2 ആഴ്ച മുമ്പ് കണ്ട് ഒരു മെക്സിക്കൻ നേവി ഷിപ്പ് ഇവിടെ ഒരു അപകടം സംഭവിച്ചായിരുന്നു. ആ ബ്രിഡ്ജിൻ്റെ മേളിൽ ആ ഷിപ്പ് വന്ന് തട്ടി അതിൻ്റെ മേളിൽ കുറേ ആൾക്കാരെയൊക്കെ കയറ്റി നിർത്തി അവർ താഴെ വീണ് മരണപ്പെടുകയൊക്കെ ഉണ്ടായി. അവർക്ക് വേണ്ടി ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ആ മരിച്ച ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു സംഭവം. പിന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ, ബ്രിഡ്ജിൻ്റെ താഴെയായിട്ട് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാം. ഇത് നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്ന പോലൊന്നും അല്ല കേട്ടോ. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഒരു 10 ഇരട്ടി വലിപ്പമുണ്ട് ഇതിന്. അല്ലെങ്കിൽ 10 ഇരട്ടിയൊന്നും ഇല്ല, ഒരു 4 ഇരട്ടിയെങ്കിലും വലിപ്പമുണ്ട് ഇതിന്. ദിസ് ഈസ് സോ ബിഗ്. ഇത് ഭയങ്കര വലുതാണ്. ആന വലിപ്പമല്ല. ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ നമ്മൾ ഏത് സ്ഥലത്തോട്ട് വന്നാലും നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നിയാലും അടുത്തോട്ട് നമ്മൾ റിയൽ സൈസ് മനസ്സിലാവുള്ളൂ. ഞാൻ ആ മറ്റേ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ മേളിൽ നോക്കിയിട്ട് എൻ്റെ കണ്ണടിച്ചു. എനിക്കൊന്നും കാണുന്നില്ല, അത്രയും വലുതായിരുന്നു ആ സാധനം. ഇതിൽ ഈ നദിയിൽ കൂടെ ഇവർ ജെറ്റ് സ്കി അടക്കമുള്ള പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട് ആൾക്കാരൊക്കെ. നോക്കി, ഈ പാലത്തിലൊന്നും ആരും പോയി തൊടാതിരിക്കാനും ഇവിടെ കിടക്കാതിരിക്കാനും അവിടെ നിന്ന് ഒട്ടിച്ച് വെക്കാതിരിക്കാനും വേണ്ടി ഇവിടെ കമ്പിവേലിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നോക്ക്, പാലം ശരിക്കും പാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഇവിടം മുതലല്ല. ഇത് ശരിക്കും ഇതിൻ്റെ 1/2 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഈ പാലം, ശരിക്കുള്ള പാലം ആരംഭിക്കുന്നത്. ഭയങ്കര സംഭവം കേട്ടോ. ശരിക്കും നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു നമ്മുടെ ഹൗറ ബ്രിഡ്ജിൻ്റെ ഒക്കെ ഒരു ഷേപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. സംതിങ് സിമിലർ ടു ദാറ്റ്. ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടില്ല. ഇതൊക്കെ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഭയങ്കര ഹൈറ്റിലാണ് ഈ ബിൽഡിങ്ങിന് തന്നെ. ഒരു 4 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട്. ഇത് ഭയങ്കര ഡബിൾ സൈസ് ഉള്ള ബിൽഡിങ്ങാണ്. അപ്പോൾ അത്ര ഹൈറ്റിലാണ് പാലം അവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇതുപോലെയുള്ള കുറേ പൊളിഞ്ഞ കെട്ടിടങ്ങളൊക്കെ കാണാൻ സാധിക്കും. ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് NYPDയുടെ ഒരു വണ്ടി കാണാൻ സാധിക്കും. സഞ്ജയുടെ ഒരു ബ്രദർ ഇവിടെ ന്യൂയോർക്ക് പോലീസ് NYPDയിലോ എവിടെയോ ഉള്ള ഒരു പോലീസുകാരനാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് ടൈം ഔട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗത്താണ് നമ്മളവിടെ ഫോട്ടോ എടുക്കാനും മറ്റൊക്കെ ആയിട്ട് പോയത്. ഈ മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഫുഡ്, റെസ്റ്റോറൻറ്റ്, അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങളെന്ന് പറയുന്നത്. മൊത്തം റെസ്റ്റോറൻറ്റും പരിപാടികളൊക്കെയാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ പോയത്. ശരിക്കും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയുള്ള ഒരു പൊളിഞ്ഞ കെട്ടിടമായിരുന്നു ഇത് റിനോവേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി എടുത്ത് ഇങ്ങനെ സെറ്റാക്കിയതാണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിൻ്റെ മേളിൽ തിരക്കാണല്ലോ. ബ്രൂക്ലിൻ ബ്രിഡ്ജിലേക്ക് കയറിയിരിക്കുകയാണ്. ഞാൻ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ നടന്നിട്ടുണ്ട്. ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ 2 കിലോമീറ്റർ നടക്കണം ഗൈസ്. അതാണ് പ്രശ്നം. എന്നാലും ഒരു 2 കിലോമീറ്റർ ആവില്ലേ? അതിലും ഭേദം ഇവിടെ ഇങ്ങേയറ്റം പോലെ അങ്ങേയറ്റം വരെ നടക്കുന്നതാണ്. അതിൻ്റെ മേളിൽ കൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ടോ? ഇത് സംഭവം നമ്മൾ താഴെ നോക്കുമ്പോൾ കാണത്തില്ല. നമ്മൾ അകത്തേക്ക് കയറുമ്പോഴത്തേക്കിനും ഇതിൻ്റെ മുകളിൽ ഒരു ഇതുപോലെയുള്ള ഒരു സ്റ്റീൽ സ്ട്രക്ചറിൽ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ ഒരാൾ പുറകിലിരുന്ന്
ഞാൻ ChatGPTയോട് ചോദിക്കുമ്പോൾ പറയുന്ന പോലെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യത്തെ പറ്റിയും. ഇതൊരു വിക്കിപീഡിയ ആണെന്ന് തോന്നുന്നു, ആണോ? അങ്ങനെ ആയത് സഞ്ജു? റിയ ഇപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിയോട് പറയും നമുക്ക് ഇവിടെ നിന്ന് അവിടെ വരെ പോണ ഒരു സ്ഥലത്തോട്ട് നമുക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നോർവേ മുതൽ ഐസ്ലാൻഡ് വരെയുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്ന് പറയും. ഓക്കെ എന്ന് പറയും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എനിക്കൊരു മെസ്സേജ് വരും, പ്ലാനിങ് ഡൺ എന്ന് മെസ്സേജ് വരും. അപ്പോൾ ഒരു എക്സൽ സ്പ്രെഡ്ഷീറ്റ് റിയ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 2 ആഴ്ചത്തേക്കുള്ള ആദ്യം രാവിലെ 7:03 മുതൽ വൈകുന്നേരം 6:37 വരെ മൊത്തം. അതിൽ ഓരോ സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ അതിന്റെ ഹിസ്റ്ററി, ജിയോഗ്രഫി, അവിടുത്തെ ടോപ്പോഗ്രഫി എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ട് ഒരു ട്രിപ്പ് പ്ലാനർ ആണല്ലേ ഇത്? ന്യൂയോർക്കിന്റെ ക്യാപിറ്റൽ ന്യൂയോർക്ക് അല്ല, ന്യൂയോർക്ക് സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ ന്യൂയോർക്ക് അല്ല എന്ന് റിയ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ന്യൂയോർക്ക് സിറ്റി അല്ല, അതെവിടെ? അത് ആൽബനി എന്ന് പറഞ്ഞിട്ട് അപ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ ഉള്ള സ്ഥലം. ഇവിടുന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂർ മുകളിലോട്ട് ഓടിക്കണം. അവിടെയാണ്. അത് ശരി, അതെനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ന്യൂയോർക്ക് ആയിരിക്കും, സിറ്റി ആയിരിക്കും. അതായത് ഒരു സ്റ്റേറ്റിന്റെ പേരിൽ തന്നെയാണ് ഈ ഒരു സിറ്റി അറിയപ്പെടുന്നത്. ഇപ്പം ന്യൂയോർക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആ സ്റ്റേറ്റും അതേപോലെ തന്നെ ഈ ഒരു സിറ്റിയുടെ പേരും ഒന്നാണ്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് വാഷിങ്ടൺ സ്ക്വയർ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പാർക്കിലാണ്. അപ്പോൾ ഇവിടെ എന്നെ പോലെ ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. പിന്നെ ഈ വിദ്യാർത്ഥികൾ, എനിക്കൊന്ന് ഇവിടെ അടുത്തൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ കുറേ പ്രൊട്ടസ്റ്റുകളും പ്രതിഷേധങ്ങളും ഒക്കെ അവസാനിക്കുന്നതും അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു ഹാപ്പനിങ് ഒരു പാർക്കാണ് ഈ ഒരു വാഷിങ്ടൺ സ്ക്വയർ പാർക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഭയങ്കര വൈബാണല്ലോ എല്ലാവരും. ഇവിടെ എന്തോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന്. എന്തോ സംഭവിച്ചത്? സ്ട്രീറ്റ് കച്ചവടങ്ങൾ, തെരുവ് കച്ചവടങ്ങൾ. പിന്നെ ഇതെന്താണ് ഇതൊക്കെ ഓരോ ആൾക്കാർ അവരുടെ ആർട്ടും ആർട്ട് വർക്കുകളും അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതുപോലെയുള്ള കുറേ ചിത്രകാരന്മാരുടെ ഗ്രാഫിറ്റി വർക്കുകളും മറ്റുമൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. ഞാനിവിടെ വന്നിട്ട് അമേരിക്കയിൽ ഒരു യങ് ക്രൗഡിനെ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ ഒരു പാർക്കിൽ വന്നപ്പോഴാണ്. ഇവിടെ ഒരാൾ പാട്ട് പാടിക്കൊണ്ടിരിപ്പുണ്ട്. ഇവിടെ ഇപ്പം സമ്മറല്ലേ, എല്ലാവരും കുട്ടി നിക്കറിട്ടിട്ട് നമ്മളെല്ലാവരും നിക്കറിട്ടല്ലേ നടക്കുന്നത്. പക്ഷേ ഇവിടെ വിൻ്റർ ആകുമ്പോഴത്തേക്കിനും -15, -20 ഒക്കെ വരുന്ന രീതിയിൽ അതിഭയങ്കരമായിട്ടുള്ള ശൈത്യം വരുന്നൊരു സ്ഥലമാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത്. വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും, സ്നോ ആയിരിക്കും. ഇവിടെ 2 രീതിയിൽ 2 സമയത്ത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. സമ്മറാണ് എനിക്കിഷ്ടം. പിന്നെ ഫോൾസ് ഉണ്ട്. ഫോൾസിൽ വരുമ്പോഴത്തേക്കിന് ഇതെല്ലാം താഴെ വീണ് വേറെ ഒരു ഭംഗിയായിരിക്കും. വിൻ്ററിൽ വരുമ്പോൾ വേറൊരു ഭംഗിയായിരിക്കും. എന്തായാലും നമുക്കിനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമുക്ക് വിൻ്ററൊക്കെ നമുക്ക് കാണാം. ഇടയ്ക്കിടയ്ക്ക് വരും ഇങ്ങോട്ട്. ഇവിടെ കുറേ ആൾക്കാർ ചെസ് കളിക്കാതിരിക്കുന്നത് കണ്ടില്ല നോക്കി. ഇവർ നമുക്ക് വേണമെങ്കിൽ അവരുടെ കൂടെ പോയിരുന്ന് ചെസ് കളിക്കാം. പൈസ കൊടുക്കണോ വേണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ നോക്കി. ഫുള്ള് നല്ല വൈബാട്ടോ. അതായത് യങ് ക്രൗഡ് വായി നോക്കേണ്ട ആൾക്കാർക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത്ര എനിക്ക് പറയാനുള്ളൂ. കണ്ണടയ്ക്കാനോ? ഈ പാർക്കിൻ്റെ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന ബിൽഡിങ്ങുകളും പിന്നെ ഇതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി എന്നും പറഞ്ഞുകൊണ്ട് NYU യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിങ്ങാണ്. ഓ, അതുകൊണ്ടായിരുന്നല്ലേ ഇവിടെ മൊത്തം പിള്ളേർ? അതുകൊണ്ടാണ് കേട്ടോ. ശരി, ഇത് പണ്ട് കോളേജിന് മുമ്പിൽ പോയി വായി നോക്കാൻ നിൽക്കുന്ന പോലെയാണല്ലോ അവിടെ. ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ള ഒരു ഫേമസ് പിസ്സ ഷോപ്പിൽ പിസ്സ കഴിക്കാൻ വേണ്ടി പോവാണ്. ഒതൻറ്റിക് ആണോ? ഒതൻറ്റിക് ഇറ്റാലിയൻ പിസ്സ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ന്യൂയോർക്ക് ശരിക്കും ഇവര് പിസ്സയുടെ കാര്യത്തിൽ ഭയങ്കര സംഭവമാണല്ലേ. പിന്നെ ഏതാ ഓക്കെ, അതൊക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടി. ഇവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഫുഡ് എന്ന് പറയാനുണ്ടോ? ഈ അമേരിക്കൻസിന്റെ തനതായ ഫുഡ് എന്ന് പറയാൻ വല്ല എന്തെങ്കിലും ഉണ്ടോ? ഹോട്ട് ഡോഗും ഞങ്ങളിപ്പോൾ ന്യൂയോർക്കിൽ ടൈംസ് സ്ക്വയറിൻ്റെ തന്നെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് ഇവിടെ വണ്ടി ഇട്ടിരിക്കുന്ന വണ്ടിയുടെ പാർക്കിംഗ് കണ്ടില്ല എനിക്ക്. ഇങ്ങനെയാണോ വണ്ടിയുടെ പാർക്കിംഗ്? ഇത് ഇവിടെ വേറെന്തോ സ്ഥലം. ഇത് സൈക്കിള് പോകാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. സൈക്കിള് പോകാനുള്ള സ്ഥലം, ബൈക്സൊക്കെ പോകാനുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ പെൻ സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. ഞാനിവിടെ ന്യൂയോർക്കിൽ നിന്നും വാഷിങ്ടണിലേക്ക് പോകുമ്പം ബസ്സിൽ കയറാൻ വരുന്നത് ഇവിടെ അടുത്തായിരിക്കും. കാരണം ഇവിടെയാണ് ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ എവിടെയോ ആണ് നമ്മുടെ
പിസ്സ ഷോപ്പ്. മാഡിസൺ സ്ക്വയർ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട് എവിടെയൊക്കെയോ. അതാണത് പെൻസിൽവാനിയ സ്റ്റേഷൻ, പെൻ സ്റ്റേഷൻ്റെ ആ ഭാഗത്താണ് മാഡിസൺ സ്ക്വയർ ഗാർഡൻ. അതിൻ്റെ മുമ്പിൽ തന്നെ ഇവിടെ ഒരു NY പിസ്സ സുപ്രീം എന്നും പറഞ്ഞുകൊണ്ടൊരു കട കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ പിസ്സ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇവിടെ നല്ല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിസ്സ കിട്ടും, പല പല സാധനങ്ങൾ കിട്ടും. ഇവിടെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിസ്സ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഒരു സ്ലൈസിനാണ് $7.5 ഇൻക്ലൂഡിങ് ടാക്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഹവായിയൻ പിസ്സ, അതിൻ്റെ പേരും അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്നിട്ട് ഇവിടുത്തെ ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലം കേട്ടോ. ഇതിനകത്ത് കുറേ പിസ്സ ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്. പിസ്സ ഓവൻ എന്നല്ലേ പറയുന്നത് അല്ലേ? യെസ്, അതിൽ നിന്നും ആണ് നമുക്ക് ഓരോന്നോരോന്ന് ഉണ്ടാക്കിക്കൊണ്ട് തരുന്നത്. അതായത് ഇങ്ങനെ റെഡിയായിട്ട് അതിനകത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിങ്ങനെ എടുത്തെടുത്ത് ലൈവായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു പീസിനാണ് $6, $6.5 ആ റേഞ്ചിലൊക്കെയാണ് റേറ്റ് വരുന്നത്. ഇങ്ങനെയാണ് പിസ്സ അടിക്കുന്നത്. നമ്മൾ പൊറോട്ട അടിക്കുന്നത് കണ്ടിട്ടില്ലേ? പിസ്സ അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നോക്കി, ഇവരുടെ പിസ്സ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അതുകൊണ്ട് കുറേ പിസ്സ സോസും കാര്യങ്ങളും അതിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലുതായിട്ട് അങ്ങ് ഉണ്ടാക്കി അങ്ങ് വെക്കുകയാണ്. കണ്ടില്ലേ? ഇത് തിരക്കെന്ന് പറയുക ഇവിടെ. അതിൻ്റെ മേലോട്ട് മറ്റേ ടൊമാറ്റോ പ്യൂറിയും പിന്നെ ബേസിൽ സാധനങ്ങളൊക്കെ ഉള്ള പരിപാടികളെല്ലാം കൂടെ അതിൻ്റെ ബേസായിട്ടിട്ടു. മാവ് ചപ്പാത്തി പോലെ പൊറോട്ട അടിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ബേസ് അയാളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കണ്ടില്ലേ? നമ്മൾ ദോശ ഇടുന്ന പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേളിൽ ചീസും സംഭവങ്ങളും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാളാണ് ഇന്നത്തെ ഇവിടുത്തെ പിസ്സ മേക്കർ. ചീസൊക്കെ കയറുന്ന കയറ്റം കണ്ടോ? എന്തോ ഒരു ചീസാന്ന് നോക്കി. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിസ്സ ഇതിങ്ങനെ മാറി മാറി തീരുന്ന മുറയ്ക്ക് ഓരോന്നോരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതാണ് പുള്ളിയുടെ പരിപാടി. അങ്ങനെ സ്കില്ല് കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് സെറ്റാക്കി ഇടുന്നു. ഇതൊക്കെ ഈ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചീസാണ്. കണ്ടില്ലേ? അതിപ്പോൾ അതിൻ്റെ മേളിൽ നിങ്ങൾ ഓർഡർ ചെയ്ത പിസ്സയാണോ അത്? ചീസ് അല്ലേ? ഇവർ ഓർഡർ ചെയ്ത പിസ്സയാണ് ഇപ്പോൾ അയാൾ എടുത്തിട്ട് അതിനകത്തോട്ട് വെച്ചത്. ഇവർ വെജിറ്റേറിയൻസ് ആണല്ലോ. ആണോ? ഓതനിക്ക് കഴിക്കാനാണ് ഇവിടെ ഏറ്റവും ആൾക്കാർ വരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ ന്യൂയോർക്ക് പിസ്സയുടെ ടേസ്റ്റിൻ്റെ കാരണം ഇവർ പറയുന്നത് ന്യൂയോർക്കിലെ വെള്ളത്തിൻ്റെ അതെ, ന്യൂയോർക്കിലുള്ള അത്ര മോശമാണോ? അത് നല്ലതാണ് പറയാം. അമേരിക്കയിൽ ഏറ്റവും പ്യൂരിസ്റ്റ് വെള്ളം കിട്ടുന്നത് ഒന്ന് ഹവായിലും സെക്കൻഡ് ന്യൂയോർക്കിലാണ്. ആര് പറഞ്ഞു? ന്യൂയോർക്കാർ പറയുന്നത് ആണല്ലേ? ഇവിടെ ബഹളമാണല്ലോ. ശരി, ഇതാണ് യൂറോപ്പ് US തമ്മിലുള്ള വ്യത്യാസം. യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒരുത്തിനും മിണ്ടൂല, എല്ലാവരും സൈലന്റ് ആയിരിക്കും. ആരെങ്കിലും മിണ്ടിയ ഉടനെ വഴക്ക് പറയും. ന്യൂയോർക്കിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും സൗണ്ടിൽ സംസാരിക്കുന്ന അമേരിക്കക്കാരായിരിക്കും. അത് ശരിയാട്ടോ. അത് ഭയങ്കര. ഇവിടെ ട്രെയിനിലൊക്കെ മിണ്ടും ആൾക്കാർ ഭയങ്കര. പണ്ട് യൂറോപ്പിൽ പോയിട്ട് ട്രെയിനിൽ മിണ്ടിയതിന് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ യൂറോപ്യൻസും അമേരിക്കൻസും തമ്മിലുള്ള വ്യത്യാസം. നേരെ ഓപ്പോസിറ്റാണ്. അവർ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് സംഭവമാണെങ്കിൽ ഇവർ കുറച്ച് അഗ്രസീവാണ്. അങ്ങനെയാണ്. അങ്ങനെ കൾച്ചറൽ ഡിഫറൻസ് ഭയങ്കരമാണ്. ഇതാണോ ചീസ് പിസ്സ? അടിപൊളിയാണല്ലോ. ഇത് ചീസ് മാത്രമേ ഉള്ളൂ, അതായത് ടൊമാറ്റോ ബേസും പിന്നെ ചീസും മാത്രമേ ഉള്ളൂ. ഇതും ഈ പറഞ്ഞ ഇത് ഞാനൊരു ചിക്കൻ ബഫല്ലോ ചിക്കൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ഒരു ബഫല്ലോ സോസ് എന്ന് പറഞ്ഞൊരു സോസ് ഉണ്ട്. അതിട്ടിട്ട് വരുന്നതാണ് ബഫല്ലോ ചിക്കൻ. അതിട്ടിട്ട് ആ ഒരു പിസ്സയാണിത്. ഇത് പറഞ്ഞാൽ എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഇത് ഇറ്റ്സ് ടു ഹെവി ആക്ച്വലി. ഇങ്ങനെ വളയ്ക്കാം. ചൂടാണ്ടോ? ഇത് ക്രിസ്പിയാണ്, ഭയങ്കര ക്രിസ്പി പിസ്സ. ഇത് വെറൈറ്റി ആണല്ലോ. ഇത്രയും ക്രിസ്പി ആയിട്ടുള്ളൊരു പിസ്സ ഞാൻ കഴിച്ചിട്ടില്ല. ഇതിൻ്റെ ബേസ് സാധാരണ ഞാനെന്താ ചെയ്തതെന്നറിയോ? ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് അറ്റമൊക്കെ കളയും. എനിക്കൊന്നും ഇഷ്ടമല്ല, ഞാൻ കളയാറുണ്ട്. പക്ഷെ ഇത് കളയാൻ തോന്നുന്നില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള പിസ്സ, നല്ല തിൻ ക്രസ്റ്റാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതാണ് സാധനം കൊള്ളാം, അടിപൊളി. അപ്പോൾ ന്യൂയോർക്കിൽ വന്ന് ന്യൂയോർക്ക് പിസ്സ ട്രൈ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് നല്ല അടിപൊളി പിസ്സ എല്ലാം കഴിച്ച് എന്ത് ബഹളം വരുന്നറിയോ? ഇവിടെ നല്ല കിടുക്കാച്ചി പിസ്സ ആയിരുന്നു. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ കുറേ പിസ്സ ഷോപ്പുകൾ പല സ്ഥലത്തുണ്ടെങ്കിലും ദിസ് വാസ് റിയലി നൈസ്. ഇത് മറ്റേ മാഡിസൺ സ്ക്വയർ ഗാർഡൻ എന്ന് പറയുന്ന ഇവൻറ്റുകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം. ഇതാണ് പെൻ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് മൊയ്നിഹാൻ ട്രെയിൻ ഹാൾ എന്നാണ് പറയുന്നത്. മൊയ്നിഹാൻ ട്രെയിൻ ഹാൾ.
ട്രെയിൻ ഹോൾ, ആംട്രാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രെയിനുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകളുണ്ടോ? ഉണ്ട്. ആണല്ലേ, നമുക്കൊന്ന് കയറി നോക്കാൻ പറ്റുമോ? വാ, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളൊന്ന് കണ്ടിട്ട് വരാം. ഇതിൻ്റെ മുമ്പിൽ ഇവിടെ ഫ്ലിക്സ് ബസ്സിൻ്റെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഇവിടെ നിന്ന് ബസ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നയാഗ്ര ഫോൾസ് കാണാൻ പോകണമെങ്കിൽ ഫ്ലിക്സ് ബസ് കിട്ടും, ട്രെയിൻ കിട്ടും. പക്ഷേ ഇവിടെ നിന്നൊരു 8 മണിക്കൂർ യാത്ര ചെയ്യണം, ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. ഓ വാവ്, അടിപൊളിയാണല്ലോ. ഉണ്ടല്ലേ മൊയ്നിഹാൻ ട്രെയിൻ സ്റ്റേഷൻ. മൊയ്നിഹാൻ ടിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നെനിക്ക്. ഞാൻ ട്രെയിൻ കാണാൻ പറ്റുമോ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. ഇവിടെയൊക്കെ എല്ലായിടത്തും ഫ്രീ വൈഫൈ ഉണ്ട്. പല സ്ഥലത്തും ഈവൻ ടോയ്ലറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും പലതും ഫ്രീ ആണ്. ഇതുവരെ അങ്ങനെ പേയ്മെൻറ്റൊക്കെ വാങ്ങിച്ചുള്ള ടോയ്ലറ്റ് ഒന്നും കണ്ടില്ല. ആ കാര്യത്തിലൊക്കെ യൂറോപ്പാണ്. യൂറോപ്പ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് ഈ ടിപ്പെന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ യൂറോപ്പാണ് എനിക്ക് ഭയങ്കര എക്സ്പെൻസീവായിട്ട് തോന്നിയത്. എനിക്ക് US ഒന്നും അത്ര എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾ സഞ്ജു നിങ്ങൾ ഐസ്ലാൻഡ് പോയല്ലേ? ഐസ്ലാൻഡിൽ ഒരാഴ്ച ട്രാവൽ ചെയ്യുന്ന പൈസ പോലും വേണ്ടല്ലോ US-ൽ. അതിലാണ് ഭയങ്കര എക്സ്പെൻസീവ് അല്ലായിരുന്നോ? സ്വിറ്റ്സർലാൻഡൊക്കെ പോയി കഴിഞ്ഞാൽ എന്നെ കത്തിയാ. അവിടെ മിനിമം ഒരു 10 എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് 2 ഫ്രാങ്ക് കൊടുത്ത് മൂത്രം ഒഴിച്ചത്. $1 നമുക്ക് ഒരു പിസ്സ കിട്ടും. $1 $2 $1 പിസ്സ കട ഉണ്ട് ഇവിടെ. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് $1 പിസ്സ ഷോപ്പ്. സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു $3 ഈ ഒരു ദിവസം സർവൈവ് ചെയ്യാൻ പറ്റും. ഇവിടെ $1 പിസ്സ കട ഉണ്ടല്ലോ, അത് എവിടെയാ കണ്ടിട്ടുണ്ടോ? കൊക്കക്കോളയ്ക്ക് കിട്ടും, $1 കോക്ക് കിട്ടും. അപ്പോൾ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ ആൾക്കാർക്കൊക്കെ പറ്റും. ഇത് കൊള്ളാട്ടോ. ഗവൺമെൻറ്റും ഇഷ്ടംപോലെ സമ്മോട്ട് ചെയ്യുന്നുണ്ട്. ഇത് ടിക്കറ്റഡ് വെയിറ്റിംഗ് റൂം. ഇത് ഭയങ്കര വലിയ സ്റ്റേഷനാണ്. ഇതെനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി ഇവർ റിനോവേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കിയ ഒരു സ്റ്റേഷനാണെന്ന് തോന്നുന്നു. പഴയ സ്റ്റേഷൻ കുട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ട്രെയിൻ കാണാൻ പറ്റത്തില്ല. ട്രെയിൻ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പ്ലാറ്റ്ഫോമിൽ പോയാലേ നമുക്ക് ട്രെയിൻ കാണാൻ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള വഴിയാണ്. ട്രാക്ക് കണ്ടോ, ഇതിന് താഴെ ആയിരിക്കും ട്രാക്ക്. ഇതിന് താഴെ അല്ലേ, താഴെ ആയിരിക്കും. അതാണ് താഴെ എസ്കലേറ്റർ കാണുന്നത്. അപ്പം നമ്മൾ എയർപോർട്ടിൽ ബോർഡിങ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും ഈ ഒരു സെയിം സിസ്റ്റം. അതായത് ടിക്കറ്റ് എടുക്കുക, ടിക്കറ്റ് സ്കാൻ ചെയ്യുക. നമ്മൾ എയർപോർട്ടിൽ വിമാനത്തിൽ കയറുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ എസ്കലേറ്റർ വഴി താഴെ ഇറങ്ങിയിട്ട് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമ്മൾ ചൈനയിലൊക്കെ ഉള്ള സെയിം സിസ്റ്റം അത് തന്നെയാണ് ഇവിടെ. നമുക്ക് ട്രെയിൻ എന്തായാലും ഇത്തവണ നമ്മൾ ട്രെയിനിൽ കയറുന്നില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കിനും നമുക്ക് ട്രെയിനിൽ കയറാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കിനും 2 ടവർ, ട്വിൻ ടവർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ 2 ടവർ. ഇത് എത്ര ഫ്ലോർ ഉണ്ടാവും അറിയോ? ഇത് ചുമ്മാ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു മിനിമം ഒരു 50+ എന്തായാലും ഉണ്ടല്ലേ? 70+ ഒക്കെ ഉണ്ടാവും. 70 മുകളിലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ താഴെ എന്നിട്ട് ഇങ്ങനെ നോക്കാം നേരെ മുകളിലേക്ക്. അത് മിനിമം ഒരു 50 നില ഉണ്ടാവും. ഇവിടുത്തെ ന്യൂയോർക്ക് സിറ്റിക്കകത്തെ കെട്ടിടങ്ങളെന്നൊക്കെ പറയുമ്പം 50 നിലയില്ലെങ്കിൽ എന്തോ കുറച്ചിലൊക്കെ ഉള്ള പോലെ. ഭയങ്കര ഷെയിമാണെന്ന് തോന്നുന്നു ആളുകൾക്ക്. ഇത് മറ്റേ മരമല്ലേ, എന്തോ ഇതിൻ്റെ പേര്? ഇതിൻ്റെ പേരെന്താ പറയുക? മേപ്പിളാണോ ഇത്? അല്ലേ, കാനഡയുടെ ഫ്ലാഗിലുള്ള മരമാണോ? ആണോ? അതിൻ്റെ ഷേപ്പ് പോലെയൊക്കെ ഉണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ. അപ്പോൾ വിൻ്റർ ആകുമ്പോൾ ഇവിടെ എല്ലാം സ്നോ ആയിരിക്കും. ഇവിടെ എല്ലാം സ്നോ ആയിരിക്കും. ക്ലിയർ ചെയ്തു. ഈ കഴിഞ്ഞ വർഷം നല്ല അടിപൊളി വിൻ്റർ ആയിരുന്നു. ഇത് ആലോചിക്കുക, എത്ര സിമ്പിളായിട്ടാണ് സീസൺ ഇങ്ങനെ മാറി വരുന്നത്. ഇവിടെ ഇവർക്കൊക്കെ അങ്ങനെ വിൻ്ററും സമ്മറും ഓട്ടവും സ്പ്രിങ്ങും അങ്ങനെ പല സീസൺസ് കിട്ടും. എനിക്ക് തോന്നുന്നു ഇത് അപ്പുറത്തും ഇപ്പുറത്തെ ഓഫീസ് ബിൽഡിങ്ങുകളൊക്കെയാണ് തോന്നുന്നു. ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാം. കുറേ പേര് ചുമ്മാ നടന്നു പോകുന്നത് കാണാം. നമുക്ക് എന്തായാലും ഇതിൻ്റെ മേളിലൂടെ എന്തൊരു സംഭവമുണ്ട്, അങ്ങോട്ട് കാണാൻ പോയാൽ ഞങ്ങൾ ചുമ്മാ ക്യാമറ ഓണാക്കിയിട്ട് ഇതിലൂടെയൊക്കെ എങ്ങനെ തിരിച്ചാലും അതൊക്കെ ഒരു ഭംഗിയാണ്. കണ്ടില്ലേ, നമുക്ക് ഇത് രസമല്ല ബിൽഡിങ്ങുകളൊക്കെ കാണാനായിട്ട്. ബിൽഡിങ് എടുത്ത് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച്, പിന്നെ ഇവിടെ കുറേ ഡിസ്പ്ലേ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എവിടെ എങ്ങോട്ട് വെച്ചാലും ഭംഗിയാണ്. ഞങ്ങളെ ഇത് ക്യാമറ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, അവിടെ അതേലും ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അത് ക്യാമറയിൽ വ്യക്തമായിട്ട് കാണാം. കണ്ടോ? അത് നമുക്ക് ശരിക്കും നേരിട്ട് നോക്കുമ്പോൾ മനസ്സിലാകത്തില്ല. ഇത് വാട്ടർലൂ എന്ന് പറയുന്ന സ്പാർക്ലിംഗ് വാട്ടർ കമ്പനിയാണ്. വാട്ടർലൂ സ്പാർക്ലിംഗ് വാട്ടർ എന്ന് പറയുമ്പോൾ സോഡ. ഈ സോഡ ബോട്ടിൽസ്, അതായത് എനിക്ക് തോന്നുന്നു ഇത് ക്യാനായിരിക്കും. ഇത്തരത്തിലുള്ള 2, 4, 6, 8, 10, 12 ക്യാനുള്ള ഒരു ബോട്ടിലായിരിക്കും ഇത്. അതാണ് ഇവരിവിടെ ഇങ്ങനെ ഇത്രയും അടുക്കി വെച്ചിരിക്കുന്നത്, താഴെ മുതൽ മുകളിൽ വരെ. അതായത് പല ഫ്ലേവറിലുള്ള ഇതാണ്. ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് കാണാൻ വേണ്ടി കയറിയതാണ്. അതിനകത്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. ഇത് കണ്ടില്ല, ഇത് വേറെ സംഭവം. ഇത് ഈ പറഞ്ഞ പോലെ വെള്ളമാണ്. വാലി ബോട്ടിൽഡ് ഇൻ ദ മൗണ്ടൻസ് ഓഫ് USA എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം ഇങ്ങനെ മല പോലെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്.
ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള കെട്ടിടങ്ങൾ കാണാൻ പറ്റും. പഴയ കെട്ടിടങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് കെട്ടിടങ്ങൾ കാണാൻ പറ്റും. ഇതിനകത്ത് ഈ ചില്ലിട്ട കെട്ടിടങ്ങളെല്ലാം പുതുപുത്തൻ കെട്ടിടങ്ങളായിരിക്കും. ഹഡ്സൺ യാർഡ്സ് അല്ലേ? ക്രിസ്മസ് ടൈമിലൊക്കെ ആകുമ്പോൾ ഇത് ഭയങ്കര ഭംഗിയാണ്. ഫുള്ള് ലൈറ്റ്, ക്രിസ്മസ് ലൈറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത കാര്യം. വേറൊരു മാജിക് വേൾഡോടൊക്കെ പോകണമെന്ന് തോന്നും. ഭയങ്കര തിരക്കായിരിക്കും. ഓക്കെ, ഈ ഭാഗം മൊത്തത്തിൽ തിരക്കാണ്. മൊത്തത്തിൽ ഭയങ്കര തിരക്ക്. ഇപ്പം നമ്മൾ അവിടെ കുറച്ച് പേരല്ലേ കാണാനുള്ളൂ. ഇവിടെ പൂരത്തിനുള്ള ആൾക്കാരുണ്ട് ക്രിസ്മസ് ടൈമിലുള്ള. ചോക്ലേറ്റ് ആണോ വെച്ചേക്കുന്നത്? അടിപൊളി. ചോക്ലേറ്റ് ഷോപ്പാണത് കണ്ടില്ലേ? ന്യൂ ഹൈസോ അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഇവർ മല പോലെ അടുക്കി വെച്ചിരിക്കുന്ന പരിപാടികളാട്ടോ. മൊത്തത്തിൽ എല്ലായിടത്തും ചോക്ലേറ്റ് വെച്ചിട്ടൊരു ഭയങ്കര സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. പറഞ്ഞ പോലെ ഇതൊക്കെ ചിലപ്പോൾ ലക്ഷങ്ങളുടെ ചോക്ലേറ്റുകളൊക്കെ ആയിരിക്കും, പറയാൻ പറ്റില്ല. ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് മോളിലേക്കാണ് വന്ന് കയറിയിരിക്കുന്നത്. ചോക്ലേറ്റ് ഇവർ രണ്ടുപേരും മധുരപ്രിയരാണ്. പല ടൈപ്പ് ചോക്ലേറ്റ്സ് ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കവറിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് $30 കേട്ടോ. 10 10 $30 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല സംഭവങ്ങളാണ്. ഇതൊരു ഭയങ്കര ഹൈ എൻഡ് ലക്ഷറി ബ്രാൻഡുകളുടെ ഒരു ഷോപ്പിംഗ് മോളായിരുന്നു. അതിനകത്ത് H&M ഒക്കെ ഉണ്ട് കേട്ടോ മേളിൽ. H&M ഇവിടെ വളരെ കോമൺ ആണ്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഈ ഒരു മാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ഒരു കിടിലൻ കിടക്കാച്ചി ബിൽഡിംഗ് കാണാം. ഓ വാവ്, ഇത് പൊളിച്ച്. ഇതെന്ത് ബിൽഡിംഗ് ആയത്? വെസലോ? വാവ്, ഇതിനും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ മേളിലേക്ക് നടന്ന് കയറാം അല്ലേ? അതിന് ടിക്കറ്റ് എടുക്കണമായിരിക്കും. ആദ്യം ഇവർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഫ്രീ ആയിട്ട് അതിനകത്ത് കയറാൻ തുടങ്ങി. ഫ്രീ ആയിട്ട് കാരണം ആൾക്കാർ നോക്കുമ്പോൾ നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാരുടെ മുകളിൽ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് സ്റ്റാർട്ട് കഴിഞ്ഞപ്പോൾ അവരത് മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്തു. അതിൻ്റെ വീണ്ടും റീ ഓപ്പൺ ചെയ്തു. പക്ഷേ ഒരു 2-3 മാസം അപ്പുറത്തേക്കേ ഉള്ളൂ എൻ്റെ ടിക്കറ്റ്. ഇപ്പോൾ ഇന്ന് ടിക്കറ്റ് എടുത്താൽ 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആൾക്കാർ 2 മാസം കഴിഞ്ഞിട്ട് പോയിട്ട് ആത്മഹത്യ ചെയ്യില്ലല്ലോ. കാരണം ആത്മഹത്യ റേറ്റ് കുറഞ്ഞു. ആൾക്കാർ ഇപ്പോൾ നൈസായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, അപ്പോൾ ഇപ്പോൾ കയറാൻ പറ്റില്ല? പറ്റുമായിരിക്കും. അവിടെ ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്നുണ്ടല്ലോ, പറ്റുമായിരിക്കും. അതൊക്കെ മാറ്റി കാണും. കാരണം നെറ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കുട്ടപ്പനാക്കിയില്ലേ. സംഭവം കൊള്ളാം കേട്ടോ. വെസൽ എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെ ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. ബിൽഡിങ്ങുകളുടെ പരിപാടിയാണ് മൊത്തം. ഹായ്, താങ്ക് യു. അങ്ങനെ നമ്മൾ വെസലിനകത്ത് കയറുകയാണ്. ഇത് കൊള്ളാം കേട്ടോ ശരിക്കും. ഒരു ബിൽഡിങ് ആ ഒരു ബിൽഡിങ് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് അതിനകത്ത് കയറാനായിട്ട് പൈസ വാങ്ങിക്കുന്നു. സിമ്പിൾ പരിപാടി. ഏകദേശം ഒരു $15 ഒരാൾക്ക് ഇതിനകത്ത് കയറുന്നതിന് വേണ്ടി. ഉള്ള ഇതിനകത്ത് കയറി അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം. ഇവിടെ ഈ ഫോട്ടോ എടുക്കാൻ ചൈനക്കാരാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അവർക്കറിയാം എങ്ങനെ എടുക്കണം, ഏത് രീതിയിൽ എടുക്കണം, എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെ താഴെ വെച്ച് നമ്മൾ നെക്സ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. ഗംഭീര ഫോട്ടോ എടുപ്പായിരുന്നു മൊത്തം. ഇത്രയും പൈസയും കൊടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് അവർ എഴുതി വെച്ചിരിക്കുകയാണ് എലിവേറ്റർ റൺസ് എവറി 15 minutes എന്ന്. അതായത് എലിവേറ്റർ ഒന്നും വേണ്ട, നിങ്ങൾ നടന്ന് കയറി പൊക്കോ എന്നാണ് പറയുന്നത്. ശരിക്കും ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിൽ കയറിയാൽ കുറച്ച് വ്യൂ കിട്ടും, അത്രയൊക്കെ ഉള്ളൂ. ഹായ്, ഹലോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും എന്ത് ഭംഗിയല്ലേ. എവിടെ നോക്കിയാലും കെട്ടിടങ്ങൾ കൊണ്ട് ഭംഗി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ന്യൂയോർക്ക് നഗരം സമ്മാനിക്കുന്നത്. അല്ല, ഇതിൻ്റെ മേളിൽ കയറി എന്താ ഉള്ളത്? ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു മെയ്സ് പോലെയാണോ? ഇതിനകത്ത് കയറിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റും. അവരിങ്ങനെ താഴേക്ക് ഇറങ്ങി ഇത് മേളിൽ കയറാനുള്ള വഴി കണ്ടുപിടിക്കണം. ഇതിങ്ങനെ കയറി ഇറങ്ങി മതിയാവും കേട്ടോ. ഇത് എക്സസൈസ് ചെയ്യാനായിട്ട് കാശ് കൊടുത്ത് കയറാൻ പറ്റുന്നൊരു സ്ഥലമാണ്. സ്റ്റെപ്പ് കയറി ഇറങ്ങി മേളി വരെ പോകാനായിട്ട് ഓരോ ഇതിൽ കയറി ഇറങ്ങി പോകണം. ഇതൊരു എലിവേറ്റർ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ എലിവേറ്റർ ഇപ്പം മേളിൽ നിൽക്കുകയാണ്. അതൊരു 15 മിനിറ്റിലേ പോവുള്ളൂ. ഇപ്പുറത്ത് ഒരു പെട്ടിയുടെ ഷേപ്പിൽ ഒരു ബിൽഡിംഗ് കാണാം. അതിൻ്റെ താഴെ നമ്മുടെ പെട്ടി ട്രോളി ബാഗിൻ്റെ വീലില്ലേ, അതേപോലെ തന്നെ വീലൊക്കെ കാണാൻ സാധിക്കും. പിന്നെ മേലോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു ട്രെയിൻ സ്റ്റേഷനൊക്കെ കാണാം. നമ്മളിതുവരെ എങ്ങും എത്തിയില്ല, പകുതി എത്തിയതേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ മേളിൽ കയറും നമ്മൾ. ഇത് മറ്റേ ലിഫ്റ്റ് മേളിൽ നിന്ന് താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ. വളരെ പതുക്കെ പോകുന്ന ഒരു ലിഫ്റ്റാണ്. ഇവിടെ കുറേ ട്രെയിനുകൾ കിടക്കുന്നുണ്ടോ. നമ്മൾ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെയൊക്കെ താഴെ കൂടെയാണ് ആ ട്രെയിൻ ആക്ച്വലി അവിടേക്ക് വരുന്നത്. ആലോചിച്ച് നോക്കിയാൽ, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബിൽഡിങ്ങുകളുടെയും ഈ കാണുന്ന ബിൽഡിങ്ങുകളുടെയൊക്കെ അടിയിൽ കൂടെയാണ് ഈ ട്രെയിൻ അവിടേക്ക് വരുന്നത്. ഇത് ട്രെയിൻ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്, അതായത് ട്രെയിനിൻ്റെ യാർഡാണ്. അവിടെ ട്രെയിനുകൾ വരുന്നു, കിടക്കുന്നു, എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു. ഹഡ്സൺ യാർഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. ഞങ്ങളങ്ങനെ നടന്ന് ഇതിൻ്റെ മേളിലേക്ക് കയറി. കണ്ടോ, അടിപൊളി. ഇതിന് നെറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇതൊക്കെ കീറി മുറിച്ച് കളയാം. പക്ഷേ ഇവിടെ എല്ലാം സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ, എല്ലായിടത്തും സെക്യൂരിറ്റി ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോകാൻ പറ്റില്ല, അവർ അടച്ചിട്ടിരിക്കുക. അയ്യോ കൊള്ളാം. സംഭവം എന്തായാലും അടിപൊളിയാണ്. ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു മെറ്റീരിയൽ.
ഇവിടെ വെഡിങ് പ്രീ വെഡിങ് പോസ്റ്റ് വെഡിങ് ആൾക്കാരൊന്ന് ഫോട്ടോ എടുക്കാം. ആണോ? അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിൽ കുളിസീൻ കണ്ടോ ഗൈസ്? നോക്കൂ, അത് ഏതൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. ആ ഹോട്ടലിൻ്റെ താഴത്തെ സ്വിമ്മിംഗ് പൂളാണ് ആ കാണുന്നത്. ആ സ്വിമ്മിംഗ് പൂളിൽ ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കയറി വരുന്ന പ്രശ്നമുള്ളല്ലോ, ഇറങ്ങി പോകുന്നത് പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് വി വിൽ ഗോ ഡൗൺ. പ്രശ്നമില്ല. പക്ഷെ ഇത് നേരത്തെ കഴിച്ച പിച്ചയും നിങ്ങൾ വാങ്ങിച്ച ചോക്ലേറ്റും ഒക്കെ ദഹിച്ചു, എല്ലാം ദഹിച്ചു. ഇനി അടുത്ത ഫുഡ് കഴിക്കാൻ പോവാം. എന്താ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനി പുലാവോ, അഫ്ഗാൻ റൈസ്, എന്തൊക്കെയോ പരിപാടികളെന്ന് പറയുന്നത്. പക്ഷെ ദിസ് വാസ് ഫൺ. അത് അടിപൊളിയായിരുന്നു. മേളിൽ കയറാൻ നേരം ഇത്ര സ്പീഡിലായിരുന്നല്ലോ, താഴേക്ക് പോകുമ്പോൾ ഭയങ്കര സ്പീഡാണല്ലോ. ന്യൂയോർക്ക് നമ്മളെപ്പോഴും വളരെ അതിശയിപ്പിക്കുന്ന രസകരമായിട്ടുള്ള കാഴ്ചകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളെന്നൊക്കെ പറയുന്നത് ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലായിട്ട് ശരിക്കുമുള്ള അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ ഞാൻ കണ്ടത്. അങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി താഴെ ഇറങ്ങി വന്നിരിക്കുകയാണ്. നോക്കൂ, അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടു സംഭവം. ഒരു കറക്കത്തിരിഞ്ഞൊരു ഫോട്ടോ എടുത്തിട്ടോ, എങ്ങനെയുണ്ട്? ഓരോരോ സംഭവങ്ങൾ തല കറങ്ങും ഇതിൻ്റെ മേളിൽ കയറിയാൽ. ഈ റോഡ് പണിത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഈ ബിൽഡിങ്ങിൻ്റെ താഴെയാണ്. എന്നിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ അങ്ങോട്ട് ഒരു പാലമുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെയാണ് മറ്റേ സബ്വേ ട്രെയിനുകൾ പോകുന്നത്. അതായത് ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ അടിയിൽ കൂടെ. അപ്പോൾ അതൊക്കെ എത്ര ഡീപ്പായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ $1 പിസ്സ കിട്ടുമെന്ന്. അതിപ്പോൾ $1.5 പിസ്സ ആക്കി. അതായത് $1.5 എത്ര ആയെന്ന് ആലോചിച്ചേക്കും. 150 രൂപ താഴെ ആവുന്നുള്ളൂ. $1.5 വരെ ഇവിടെ പിസ്സ കഷ്ണങ്ങൾ, പിസ്സ സ്ലൈസസ് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ തിരക്കില്ല, കണ്ടോ? പക്ഷേ പിസ്സയുണ്ട് ഇല്ല. ഇവിടെ ഒരാളേ ഉള്ളൂ, ഒരാൾ അവിടെ നിന്ന് ചെയ്യാണ്. വില കുറഞ്ഞ പിസ്സ കിട്ടുന്ന സ്ഥലത്ത് പിസ്സ ഈസ് ദെയർ, പക്ഷെ ആർക്കും വേണ്ട, മറ്റിടത്ത് നിന്ന് തിരക്കാം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഹഡ്സൺ റിവർ പാർക്ക് എന്ന് പറയുന്ന ഹഡ്സൺ നദിയുടെ തീരത്തുള്ള ഒരു പാർക്കിലേക്കാണ്. ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹഡ്സൺ നദിയെപ്പറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറയാൻ മറന്നുപോയായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും സള്ളി എന്ന് പറഞ്ഞൊരു സിനിമ. ഉണ്ടോ എന്നെനിക്കറിയില്ല. ഒരു നദിയിലേക്ക് ഒരു വിമാനം വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് സള്ളി എന്ന് പറഞ്ഞൊരു സിനിമ. അതായത് എമർജൻസി ലാൻഡിങ് നദിയിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമ. ആ നദി എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് ന്യൂയോർക്കിൽ ഈ ഭാഗത്ത് എവിടെയോ ആയിട്ടാണ് ആ വിമാനം ലാൻഡ് ചെയ്തത്. ഇത് ശരിക്കും സംഭവിച്ചത് US എയർവേസ് എന്നും പറഞ്ഞുകൊണ്ട് പണ്ട് ഒരു എയർലൈൻ ഉണ്ടായിരുന്നു, US എയർവേസ് എന്നും പറഞ്ഞുകൊണ്ട്. ആ US എയർവേസിൻ്റെ 1549 നമ്പർ വിമാനം, അത് ഇവിടെ ഒരു ബേർഡ് ഹിറ്റിനെ തുടർന്ന് എമർജൻസി ലാൻഡിങ് ചെയ്തൊരു കഥയാണ് ആ സിനിമ. 2009 ജനുവരി 15-നാണ് അത് സംഭവിച്ചത്. ക്യാപ്റ്റൻ ചെസ്ലി സള്ളി സള്ളൻബർഗർ എന്ന് പറയുന്ന ഒരു ആളാണ് ശരിക്കും ആ വിമാനത്തിലുണ്ടായിരുന്ന 155 ആൾക്കാരെയും രക്ഷപ്പെടുത്തി ഒരു വലിയ ഒരു ഏവിയേഷൻ ഹീറോ ആയിട്ട് മാറിയത്. ടോം ഹാങ്ക്സ് തകർത്തഭിനയിച്ച ആ ഒരു സിനിമ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് അത്. ശരിക്കും നമ്മുടെ അഹമ്മദാബാദിലെ വിമാനാപകടം നടന്ന് നമുക്കറിയാമല്ലോ. അതായത് പറന്നുയർന്ന ഉടനെ തന്നെ 2 എഞ്ചിനുകളുടെയും ആ ഒരു ഇത് നഷ്ടപ്പെട്ട് 2 എഞ്ചിനുകളും ഡെഡായിട്ട് ആ വിമാനം തകർന്നു വീണ ബിൽഡിങ്ങിൻ്റെ മുകളിലായതുകൊണ്ട് തീ പിടിച്ചു. പക്ഷേ ഇവിടെ സംഭവിച്ചത് പറന്നുയർന്ന ഉടനെ തന്നെ ഇതിൻ്റെ 2 എഞ്ചിനുകളിലും ബേർഡ് സ്ട്രൈക്ക് സംഭവിച്ചു. ഈ പക്ഷികൾ ഇടിച്ചിട്ട് 2 എഞ്ചിനുകളും സ്റ്റോപ്പായി. എന്നിട്ട് സമീപത്തുള്ള എയർപോർട്ടുകളിലേക്ക് റീറൂട്ട് ചെയ്ത് വിടാനായിട്ട് ശ്രമിച്ചു എന്നുണ്ടെങ്കിലും പൈലറ്റിൻ്റെ സംയോജിതമായ ഇടപെടലുകൾ മൂലം അദ്ദേഹം അത് റീറൂട്ട് ചെയ്യാതെ വളരെ സേഫായിട്ട് ഇവിടെ ഹഡ്സൺ നദിയിൽ കൊണ്ട് വാട്ടർ ലാൻഡിങ് ചെയ്ത കഥയാണ് ആ ഒരു സിനിമയിലുള്ളത്. ഒറിജിനൽ സ്റ്റോറിയാണ്, റിയൽ ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്. എയർബസ് A320 വിമാനമായിരുന്നു അത്. US എയർവേസിൻ്റെ 1549 നമ്പർ. അത് ന്യൂയോർക്കിൽ ലഗാഡിയ എയർപോർട്ട് എന്ന് പറഞ്ഞൊരു എയർപോർട്ടുണ്ട്. അവിടെ നിന്ന് നോർത്ത് കരോളീനയിലെ ഷാലറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പറന്ന വിമാനമായിരുന്നു. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പക്ഷികൾ ഇടിച്ച് അതിൻ്റെ എൻജിൻസ് കംപ്ലീറ്റ് ഫെയിൽ ആകുകയുണ്ടായി. അതിനുശേഷം ക്യാപ്റ്റൻ സുള്ളി, ഫസ്റ്റ് ഓഫീസർ ജെഫ്രി സ്കൈൽസും കൂടെ ചേർന്ന് വളരെ ഞൊടിയിടയിലെടുത്ത തീരുമാനം കൊണ്ടാണ് ശരിക്കും അവർക്ക് ആ ഒരു വിമാനം വളരെ സേഫായിട്ട് ഈ ഒരു നദിയിൽ ഇറക്കാൻ സാധിച്ചത്. വിമാനം വന്ന് ലാൻഡ് ചെയ്ത ഉടനെ തന്നെ വെള്ളം അതിലേക്ക് കയറാൻ തുടങ്ങും.
അപ്പോഴത്തേക്കും നമുക്ക് വിമാനത്തിനകത്ത് വളരെ സേഫായിട്ട് അതിനകത്തെ ക്യാബിൻ ക്രൂവും സ്റ്റാഫും എല്ലാവരും കൂടെ ചേർന്ന് അതിനകത്തുള്ള ആൾക്കാരെ ലൈഫ് ജാക്കറ്റൊക്കെ ഇടിച്ച് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടിച്ചു. സമീപത്തുണ്ടായിരുന്ന ഫെറീസും ബാക്കിയുള്ള ആൾക്കാരും ബോട്ടുകളും എല്ലാവരും കൂടെ ചേർന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ 155 ആൾക്കാരെയും രക്ഷപ്പെടുത്തിയ ഒരു വലിയൊരു ഹിസ്റ്റോറിക് കഥയാണ്. അത് വേറൊരു കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം. എക്സ്ട്രീം വിൻ്ററിലായിരുന്നു അത് സംഭവിച്ചത്. കൊടും തണുപ്പത്ത് ഇവിടെ വെള്ളത്തിലൊക്കെ ഫ്രീസായിട്ട് കിടക്കുന്ന ആ ഒരു കൊടും തണുപ്പത്താണ് ആ ഒരു അപകടം സംഭവിച്ചത്. ആ വിമാനം ഓടിച്ചിരുന്ന ആ ഒരു ക്യാപ്റ്റൻ സള്ളി എന്ന് പറഞ്ഞ ആൾ ശരിക്കും ഒരു ഫോർമർ എയർഫോഴ്സ് പൈലറ്റായിരുന്നു. അദ്ദേഹം ഒരു എയർഫോഴ്സ് പൈലറ്റായിരുന്നു. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം നമുക്ക് കാണാം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിമാനാപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പൈലറ്റുമാർ സ്ട്രഗിൾ ചെയ്യുന്ന സംഭവങ്ങൾ, അതായത് അത് പൈലറ്റിൻ്റെ കുറ്റമാക്കി മാറ്റി അങ്ങ് തീർക്കും. ഇപ്പോൾ എയർ ഇന്ത്യയിൽ നമ്മൾ കാണുന്ന അതാണ്. എയർ ഇന്ത്യയിൽ പൈലറ്റ് മരിച്ചു, പൈലറ്റിൻ്റെ കുറ്റമാണെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. പക്ഷേ അത് ടെക്നിക്കൽ പ്രശ്നങ്ങളാണെന്നാണ് പൈലറ്റുമാർ പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി എന്താ സംഭവം എന്നുള്ളത് വ്യക്തമായിട്ട് ഇപ്പോൾ ആ മരിച്ച പൈലറ്റിന് ഒന്ന് പറയാൻ പറ്റുമോ, ഇത് ഞാൻ കാരണമല്ല, ഇതിനകത്ത് ടെക്നിക്കൽ ഫോൾട്ട് ആയിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ബോയിങ് കമ്പനി അവരെ രക്ഷിക്കാൻ വേണ്ടി അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ പോകും. എങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഓടിച്ച ആൾക്കാണ് എപ്പോഴും കുറ്റം. അപ്പോൾ ആ ഒരു സംഭവം സള്ളി കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കരുത്. നെറ്റ്ഫ്ലിക്സിലും ആമസോണിലും കാണുന്നുണ്ട്. സള്ളിയിൽ അഭിനയിച്ച ടോം ഹാങ്ക്സ് എൻ്റെ ഒരു ഫേവററ്റ് ആക്ടറാണ്. ഭയങ്കര ഒരു വേഴ്സ്റ്റൈലായിട്ടുള്ള ഒരു ആക്ടറാണ്. നമ്മുടെ ലാലേട്ടനെയൊക്കെ പോലെ തന്നെ കഥാപാത്രമായി മാറാൻ സാധിക്കുന്ന എന്താ പറയുക, വളരെ അപൂർവം ഹോളിവുഡ് ആക്ടേഴ്സിൽ ഒരാളാണ് ടോം ഹാങ്ക്സ്. ധാരാളം മൂവീസ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ. സള്ളി ഈസ് വൺ ഓഫ് ദ നൈസ് മൂവി. നമ്മളിപ്പോൾ ഹഡ്സൺ നദിയുടെ അടിയിലൂടെ പോകുന്ന ഒരു ടണലിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഹഡ്സൺ നദിയുടെ അടിയിലൂടെയുള്ള ടണലിലൂടെ നമ്മൾ പോകാൻ പോകുന്നു ന്യൂയോർക്കിൽ നിന്നും ന്യൂ ജേഴ്സിയിലേക്ക്, അല്ലേ? അതെ, നമ്മുടെ രണ്ടാമത്തെ സംസ്ഥാനം എവിടുത്തെ അമേരിക്കയിൽ കാര്യം പറയുകയാണെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളും ഓരോ രാജ്യം പോലെയാണ്, യൂറോപ്പിലെ ഓരോ രാജ്യം പോലെയാണ്. അപ്പോൾ ബ്രോ ടോളൊക്കെ ഉണ്ടല്ലേ? ഹോളണ്ട് ടണൽ എന്നാണ് ആ ടണലിൻ്റെ പേര്. ഈ കാണുന്ന കെട്ടിടങ്ങൾക്ക് അടിയിലൂടെ നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് മാപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. വെള്ളത്തിനടിയിലൂടെ നമ്മൾ ന്യൂ ജേഴ്സി സംസ്ഥാനത്തിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ യൂറോപ്പിലൊക്കെ ഓരോ രാജ്യങ്ങൾ, ഇപ്പോൾ ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങളാണുള്ളത്. 50 സംസ്ഥാനങ്ങളിൽ 2 എണ്ണമാണ് മാറിക്കിടക്കുന്നത്. ഒന്ന് നമ്മുടെ ഹവായി, ആ ഒരു ഹൊണോലുലു എന്ന് പറയുന്ന സ്ഥലം. 2 നമ്മുടെ അലാസ്ക, കാനഡയുടെ അപ്പുറത്ത് മാറിക്കിടക്കുന്ന സ്ഥലം. പിന്നെ ഗ്രീൻലാൻഡ് ഇവരുടെ ആണെന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കൂല. പുള്ളി അതങ്ങനെ പലതും പറയത്തേ ഉള്ളൂ, അല്ലേ? പൈസ കൊടുത്ത് വാങ്ങാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഗ്രീൻലാൻഡിൻ്റെ മേളിൽ കൂടെ വന്നത്, ഐസ്ലാൻഡിൽ നിന്ന് വരാൻ നേരം ഗ്രീൻലാൻഡ് കണ്ടായിരുന്നു. എനിക്ക് പോകണം ഗ്രീൻലാൻഡ്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ന്യൂ ജേഴ്സിയിലേക്ക് പോവാണ്. ഇവരിതുവരെ 30 സംസ്ഥാനങ്ങൾ കവർ ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. ആണോ? 30 സംസ്ഥാനം വണ്ടി ഓടിച്ചാണോ പോയേ? അല്ല, പ്ലെയിനിൽ പോയി. പക്ഷെ ഞാൻ ഇവരോട് വെല്ലുവിളിച്ചിട്ടുണ്ട്, നിങ്ങൾ 50 തീർക്കുന്നതിന് മുമ്പ് ഞാൻ 50 സംസ്ഥാനം കവർ ചെയ്ത് തീർക്കും എന്നുള്ള ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. പിന്നെന്താ, നിങ്ങൾക്ക് പണിയൊക്കെ അല്ലേ? പണിയൊക്കെ ഉണ്ടല്ലോ, പണിയില്ലാതെ പോകായിരുന്നു. പണിയില്ലാതെ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 50 സ്റ്റേറ്റ്സ് ഇൻ US എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു റോഡ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യാം. ചുമ്മാ ഓടിച്ചു തീർക്കണേ മാത്രം, അല്ലേ? വെറുതെ ഓടിച്ചു തീർക്കാൻ വേണ്ടി 2 മാസം. കുറെ സ്പോർട്സ് ഒക്കെ നമുക്ക് അധികം വലിയ സംഭവപരമായിട്ടൊന്നും ഇല്ല. അപ്പുറത്തും ഇപ്പുറത്തും 2 അറ്റങ്ങളാണ് US ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. പക്ഷെ വെസ്റ്റ് കോസ്റ്റ് ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം 1.5 മാസം ഓടിച്ചിട്ട് കണ്ടാലും തീരാത്തത്ര സ്ഥലങ്ങളാണ്. എന്തായാലും നമ്മുടെ മുമ്പിൽ പോകുന്ന ട്രക്കിന്റെ മുകൾ ഭാഗം നോക്കിയാൽ ഇപ്പൊ അതിന്റെ മേളിൽ തട്ടിയില്ല, മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് അത് പോകുന്നത്, കണ്ടില്ലേ? അങ്ങനെ നമ്മൾ എവിടെ എത്തുന്നു? വെൽക്കം ടു ജേഴ്സി സിറ്റി, ന്യൂ ജേഴ്സി. അങ്ങനെ നമ്മൾ ന്യൂ ജേഴ്സിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും കുറച്ച് കമ്പാരിറ്റീവ്ലി ചീപ്പ് ആയിരിക്കും, അല്ലേ? റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും ബാക്കിയുള്ള പരിപാടികളെല്ലാം. എന്തിന് ഈവൻ നെവാർക്ക് എയർപോർട്ടിൽ വന്ന് ഇറങ്ങാൻ പോലും റേറ്റ് കുറവാണ്. ന്യൂയോർക്കിനെക്കാട്ടി റേറ്റ് കുറവാണ്, JFKനെക്കാട്ടി റേറ്റ് കുറവാണ് നെവാർക്ക് എയർപോർട്ടിൽ വന്ന് ഇറങ്ങണമെങ്കിൽ. നമ്മൾ ഈ ന്യൂയോർക്കിൽ നിന്നേ ന്യൂ ജേഴ്സിയിലേക്ക് പോകാനായിട്ട് ഉള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വന്ന ഹോളണ്ട് ടണലുണ്ട്, പിന്നെ ജോർജ് വാഷിങ്ടൺ ബ്രിഡ്ജ് ഉണ്ട്, ലിങ്കൺ ടണൽ എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ടണലുണ്ട്, പിന്നെ ബേവൺ ബ്രിഡ്ജ് ഉണ്ട്, ഗോത്തൽസ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഒരു ഔട്ടർ ബ്രിഡ്ജ് ക്രോസിംഗ് എന്ന് പറഞ്ഞ് കുറേ ബ്രിഡ്ജ് ഉണ്ട്. ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പണിത ടണൽ
ടണലുകളാണ്. അതുകൊണ്ടാണ് വളരെ ചെറിയ ഇടുങ്ങിയ ടണലും അതിനകത്ത് കുറച്ച് പതുക്കെ പോകുന്ന ട്രാഫിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. ഈ ഹഡ്സൺ റിവർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു നദിയാണ്. ഇത് അവിടെ ഒരു ലൈഫ് ഇൻഷുറൻസ് വേണമെങ്കിൽ മറ്റേ ഹേമന്ത് ജിവ്നാനിയെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കാരൻ്റെ ഫോട്ടോ. അവിടെ കണ്ടെയ്നർ ട്രെയിൻ പോകുന്നത് കണ്ടോ? അതായത് ഡ്യുവൽ സ്റ്റാക്ക് കണ്ടെയ്നർ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ 2 കണ്ടെയ്നർ അടുപ്പിച്ച് വെച്ച് മുകളിൽ വെച്ചാണ് കൊണ്ടുപോകുന്നത്. ഇത് ന്യൂയോർക്കിൽ നിന്ന് പോകുന്ന ട്രെയിനാണോ? ആയിരിക്കും, എന്താണെന്നറിയില്ല. നമ്മളിപ്പോൾ നെവാർക്കിലാണ്. നമ്മളിപ്പോൾ ഏതൊരു ഇന്ത്യൻ സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ ഇഷ്ടം പോലുള്ള ഒരു സ്ഥലം. എവിടെ ഇന്ത്യ? അതെ, അവിടെ ഇന്ത്യ സ്ക്വയർന്ന് എഴുതിയിരിക്കുന്നത്. ഇത് ലിറ്റിൽ ഇന്ത്യ ആണോ ഇത്? ശരി, നെവാർക്കിലെ ലിറ്റിൽ ഇന്ത്യയിലേക്കാണോ തോന്നുന്നു നമ്മളെത്തിയിരിക്കുന്നത്. ഇത് സൗത്ത് ഇന്ത്യൻ ചെട്ടിനാട് കുസീൻ, ജിഞ്ചർ ഗാർലിക് തലപ്പക്കാട്ടി ബിരിയാണി, അങ്കന ഗ്രില്ല്, ബിഗ് ബസാർ, പ്രീമിയം എന്തോന്ന് പ്രമുഖ് ജുവലേഴ്സ്. ഞാനിത് അമേരിക്ക വന്നിട്ട് ഇതൊന്നും കണ്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇതുപോലത്തെ സ്ഥലമൊക്കെ കാണേണ്ടതല്ലേ? പാൻ സെന്ററോ? അവിടെ ചവച്ച് തുപ്പുവോ ആൾക്കാര്? ദൈവമേ, അടിപൊളി. ഇത് ബിക്കാനീർവാല, ആ പാൻ സെന്റർ, പാൻ കച്ചവടം ചെയ്യുന്ന അതിന്റെ മുമ്പിൽ പാൻ ചവച്ചുകൊണ്ട് ആൾക്കാർ നിൽപ്പുണ്ട്. ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട് എല്ലായിടത്തും. ഹോണസ്റ്റ് വെജിറ്റേറിയൻ. പണ്ട് മോഡിയുടെ ഒരു 8 ഫീറ്റ് കട്ടൗട്ട് ഉണ്ടായിരുന്നു, അത് കാണാനില്ല. ആരെടുത്ത് മാറ്റി? അത് മാറ്റി ട്രംപുമായിട്ട് അടിയായപ്പോഴത്തേക്കും ട്രംപ് പറഞ്ഞ എടുത്ത് മാറ്റാൻ ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായില്ലേ? അതെ, പുള്ളി വിളിച്ചപ്പോൾ പറഞ്ഞില്ല ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? അവിടെ 2 ഫ്ലാഗും കൂടെ നിൽക്കുന്നു. മിത്തായിസ് ആണോ? മിത്താസ്. ഇതപ്പോൾ പ്യുവർലി ഇന്ത്യൻ ആണ്, അല്ലാതെ ഏഷ്യൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് അങ്ങനൊന്നും അല്ല. ഇത് പ്യുവർലി ഇന്ത്യൻ സ്ഥലമാണ്. ഹലാൽ സ്റ്റേഷൻ, വിവേക് ഫ്ലവേഴ്സ്, ദീൻ ഫാഷൻ, ഗോവിന്ദ ടെമ്പിൾ. ഇത് അമ്പലമാണോ? അത് ഗോവിന്ദ ടെമ്പിൾ, BCB ബാങ്ക്, പറാഠ ജംഗ്ഷൻ. ഇത് എന്തോന്നടേ ഇത്? ദോശ ഹട്ട്, വെജിറ്റേറിയൻ കാറ്ററിംഗ്, ഒതന്റിക് ഇന്ത്യൻ ഗ്രോസറീസ്, രംഗോളി ഐസ്ക്രീം, കബാബ് ആൻഡ് ടിക്ക മിനാർ. ഇതൊരു സൈഡ് മാത്രം കേട്ടോ. നമ്മൾ ഇനി ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കിന് അപ്പുറത്ത് വേറെ ഉണ്ട്. ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്, എഗ് ഹോളിക്ക്, സൂപ്പർ സ്റ്റൈൽ ബ്യൂട്ടി സിറ്റി. ഇവിടെ മലയാളി റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടോ? ഫൈൻ ഇന്ത്യൻ, ഇൻഡോ ചൈനീസ്. ഡിഫൻഡർ കിടക്കുന്നുണ്ടോ? അതേപോലെ തന്നെ അതിന്റെ ഏകദേശം സിമിലാരിറ്റി ഇല്ലേ ടൊയോട്ടയുടെ പുതിയ ലാൻഡ് ക്രൂസറിനൊക്കെ? ഈ വണ്ടി കണ്ടില്ലേ? ഇത് റിവിയൻ എന്നും പറഞ്ഞുകൊണ്ട്. ഇത് ഏത് വണ്ടിയാണെന്ന് എനിക്കറിയില്ല. ഏതാ? ഫുൾ ഇലക്ട്രിക്കാ? അടിപൊളി. അപ്പോൾ നമ്മളവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് നമുക്ക് ഒരു ചായയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ച് ഇന്ത്യൻ പാനീയം കുടിച്ചിട്ട് നമുക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ദോശ കഴിച്ചാലോ? കഴിക്കണോ? നമ്മുടെ സ്വന്തം നാടാണ്. ഞങ്ങളവിടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു ഇന്ത്യൻ സ്ട്രീറ്റിൽ വന്നൊരു ഫീൽ തന്നെ കിട്ടും. ഇവിടെ മുമ്പിൽ കോലം വരച്ചിട്ടിരിക്കുന്ന പോലെ തന്നെ റോഡിന് നടുവിൽ ഇത്തരത്തിൽ അത്തപ്പൂ പോലെ പെയിന്റ് അടിച്ച് വരച്ചിട്ടിട്ടുണ്ട് ടെമ്പററി പരിപാടികളായിട്ട്. പിന്നെ ധരംവീർ ജുവലേഴ്സ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ എയർപോർട്ടിലേക്കുള്ള ഷട്ടിൽ ബസ്സുകളുടെയൊക്കെ കുറെ പരസ്യം കാണാം. പിന്നെ ഇവിടെ എന്തോ ഇത് കണ്ടോ, സഞ്ജയ് ഷോ ഒക്കെ ഉണ്ടെന്ന്, ജാദൂക്കി ജപ്പി അങ്ങനെ എന്താ പറഞ്ഞ സന്ധ്യത്തിന്റെ ഷോയിന്റെ പരസ്യം. പിന്നെ ഇവിടെ 22ാമത്തെ പത്തോത്സവം എന്നും പറഞ്ഞുകൊണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഗുരുജി സ്വാമി ശ്രീ ഏതൊരു സ്വാമിജി ഇവിടെ വരുന്നുണ്ട് ന്യൂജേഴ്സിയിൽ. സ്വാമിമാരുടെയൊക്കെ സ്ഥിരം സ്ഥലമാണെന്ന് തോന്നുന്നു. പിന്നെ കുറെ ജുവലറികളുടെ പരസ്യം അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ എവിടെ കയറുക? മിത്താസ്. നോട്ടറി പബ്ലിക്. ഇതൊക്കെ മറ്റേ പാൻ ഷോപ്പുകളൊക്കെയാണ് കേട്ടോ. ഇതിവിടെ സംഭവങ്ങൾ. രാഖിയൊക്കെ ഉണ്ട്. അതിന്റെ സമയമായോ? ആണല്ലോ, രാഖിയൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. അടിപൊളി. രാഖി. ഇതാണ് അമേരിക്കൻ ബേൽപുരി. ഇതെന്ത് സാധനം? ഇങ്ങനെ ഒരു ബിൽഡിങ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇത് ആലു ടിക്കി ചാറ്റും അതേപോലെ തന്നെ ബേൽപുരി. അങ്ങനെ ഒരു കടയിൽ കയറി നല്ല അടിപൊളി ഫുഡൊന്നും പറയാൻ പറ്റില്ല, കൊള്ളൂരായിരുന്നു കഴിച്ച്. അയ്യോ, വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന ഈ ഫുഡ് കഴിച്ച്. ചായ മാത്രം കൊള്ളായിരുന്നു. ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങള് മസാല സോഡ എന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചൊരു സാധനം അവര് സ്പ്രൈറ്റിനകത്ത് മസാല ഇട്ട് അത് അയ്യോ ഒന്നും പറയണ്ട. $10 പോയി ഇല്ലേ? അപ്പൊ കാര്യമില്ല. പേരൊക്കെ കണ്ടില്ലേ? തൂഫാനി ചിക്കൻ, ഹാഫ് ഫ്രൈ, പാനിപൂരി, ദഹിപൂരി. ഹാഫ് ഫ്രൈ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്. ഗൈസ് നോക്കൂ, ഇതാണ് അമേരിക്കയുടെ പട്ടാളത്തിന്റെ വണ്ടി. അടിപൊളിയാണല്ലോ അമേരിക്കൻ പട്ടാളത്തിന്റെ വണ്ടി. ഭയങ്കര ഹൈറ്റ് കുറവാണല്ലോ. ഇതിലെവിടെ ആണെങ്കിലും എടുത്തോണ്ട് മിലിറ്ററി പോലീസ്.